നമ്മുടെ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായിട്ട് ചുമതലയേൽക്കാൻ പോവുകയാണ്. തിങ്കളാഴ്ചയാണ് സത്യപ്രതിജ്ഞ. നല്ലൊരു തീരുമാനം തന്നെ കോൺഗ്രസ് ഏതാണ്ട് എടുത്തിട്ടുണ്ട്. കാരണം എല്ലാ മന്ത്രിമാരും അന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്ന അത് മുഖ്യമന്ത്രിയോടൊപ്പം ഒരു നടപടി അതായത് ഏറ്റവും നല്ലത്. ഇതിട്ട് ലേലം വിളിക്കാതെ ഈ പണി അതങ്ങ് നിർത്തണം, റെഡിയാക്കണം. നിർബന്ധമായിട്ട് രമേശ് ചെന്നിത്തല വേണ്ടെന്നൊക്കെ പറഞ്ഞാലും രമേശ് ചെന്നിത്തലയെ പോലൊരു മുതിർന്ന നേതാവിനെ, അത് ഏറ്റവും മുതിർന്ന നേതാവ് അദ്ദേഹമാണ്, അദ്ദേഹത്തിനെ ഒരു കാരണവശാലും മന്ത്രിയാക്കാതിരിക്കരുത്. നിർബന്ധമായിട്ട് വേണ്ടെന്നൊക്കെ പറഞ്ഞാൽ നിർബന്ധിച്ച് അദ്ദേഹത്തെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരണം. ഇന്നിപ്പോൾ അദ്ദേഹം ഗുരുവായൂർ വെച്ച് നടത്തിയ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഞാൻ കണ്ടു, മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറയുന്നത് കേട്ടു. അദ്ദേഹം ഈ തീരുമാനത്തെ അംഗീകരിക്കുന്നു, അതിനെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ വി ഡി സതീശന് എല്ലാവിധ ആശംസകളും അദ്ദേഹം നേർന്നിട്ടുണ്ട്. അപ്പോൾ അപ്പോൾ ഹൈക്കമാൻഡിനെ അദ്ദേഹം അംഗീകരിച്ച് കഴിയുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് നിർബന്ധമായിട്ടും മന്ത്രിസഭയിൽ ചേർക്കണം. ഏറ്റവും നല്ല പോർട്ട്ഫോളിയോ അദ്ദേഹത്തിന് കൊടുക്കണം. കഴിയുന്നത് ആഭ്യന്തരം തന്നെയാണ്. മുമ്പ് ഉമ്മൻചാണ്ടി മന്ത്രിസഭ ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നത് നല്ല രീതിയിലായിരുന്നു. അന്ന് ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് യാതൊരു ആക്ഷേപവും പോലും ആരും ഉന്നയിച്ചിട്ടില്ല. ആ രീതിയിൽ കൈകാര്യം ചെയ്ത ആളാണ്. പരിചയസമ്പത്തുള്ള അദ്ദേഹത്തിൻ്റെ ആ സേവനം ഒരു മുതൽക്കൂട്ട് തന്നെ ആയിരിക്കും, അത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി ശ്രീ വി ഡി സതീശൻ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് ഞാനൊന്ന് സംസാരിക്കാം. ഖജനാവ് പറ്റി വരണ്ടിരിക്കുകയാണ്. അത് ആർക്കും പറയാം. കാരണം എല്ലാം എടുത്ത് തൂർത്തടിച്ച് തോന്നിവാസം പോലെ കാണിച്ച് ഇട്ട് പോയേക്കാണ്. മഴയ്ക്ക് റെഡിയാക്കി തുടച്ച് മിനുക്കി വെച്ചിട്ട് പോയേക്കാണ്, ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ വരുന്ന ഉടനെ ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങൾ ഇവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജനങ്ങളോട് പറഞ്ഞേക്കുന്ന വാക്ക് പാലിക്കാൻ യഥാർത്ഥത്തിൽ UDF ബാധ്യസ്ഥരാണ്. അപ്പോൾ ആ ഒരു ചിന്താഗതി വേണം. അല്ലാതെ ഇലക്ഷന് പലതും പറയുമല്ലോ, അങ്ങനെ പറഞ്ഞതല്ലേ എന്നൊക്കെ ചിലർ വിളിച്ച് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അധികാരം കിട്ടുമ്പം. അങ്ങനെ ആകത്തില്ല ഇത് വി ഡി സതീശൻ്റെ മന്ത്രിസഭ എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം വി ഡി സതീശൻ പറയുന്ന വാക്ക് സാധാരണ പാലിക്കുന്ന ആളാണ്. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനം ഉണ്ടായിരുന്നു, ഇലക്ഷന് മുമ്പ് കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു, അതെല്ലാം നടപ്പാക്കണം. ആദ്യമായിട്ടുള്ള കാര്യം ആശാ വർക്കർമാർ 264 ദിവസം തെരുവിൽ കിടന്നവരാണ് അവരാണ് യഥാർത്ഥത്തിൽ ഈ UDF അധികാരത്തിൽ വരാനുള്ള ഏറ്റവും വലിയ കാരണക്കാരിലൊന്ന്. അതിൻ്റെ കാരണം പിണറായി വിജയൻ്റെ അഹങ്കാരം ഉണ്ടല്ലോ, അവരോട് കാണിച്ച അഹങ്കാരം. ആ അഹന്തയ്ക്കുള്ള മറുപടി അവർ കൊടുത്തു. നാട് മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അവരുടെ കരച്ചിൽ. മുട്ടയടിച്ച് അവർ വെയിലത്തും മഴയത്തും ഒക്കെ അവർ കിടന്നു. ഇപ്പോൾ അത് അവരുടെ ആ ദിവസവേതനം എന്ന് പറയുന്നത് 300 രൂപയാണ്. അത് 700 രൂപയാക്കാനായിട്ട് ഉള്ള ഒരു നടപടിയാണ്. 700 രൂപയിലെത്തിക്കും ആക്കും എന്നാണ് UDF പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ ആദ്യം എടുക്കുന്ന മന്ത്രിസഭാ തീരുമാനം ഇതായിരിക്കും എന്ന് പറഞ്ഞു. അതാകണം. എത്രയൊക്കെ ഖജനാവ് പറ്റി വരണ്ടിരുന്നാലും ശരി, ഈ കാര്യം അത് നടക്കണം. അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് പലതും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് ഈ സമയത്ത്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര KSRTCയിൽ, അത് വലിയ വൻ സാമ്പത്തിക ബാധ്യത KSRTCക്ക് ഉണ്ടാക്കും. അതൊക്കെ ആലോചിച്ച് ചെയ്യേണ്ടതാണ്. അത് പടിപടിയായിട്ട് ചെയ്യണോ അല്ലാതെ ചെയ്യണോ എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചോണം. പിന്നെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നടത്തുന്ന കുഞ്ഞുങ്ങൾക്ക്, കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് അവർക്ക് 1000 രൂപ പ്രതിമാസം ഒരു ബത്ത കൊടുക്കാനായിട്ടുള്ള ഒരു തീരുമാനമുണ്ട്. സംഭവം നല്ലതാണ്. കാരണം സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഏറ്റവും വലിയ മാർഗമാണത്. അവർക്ക് ശമ്പളം കിട്ടുന്നത് പോലെ ഇങ്ങനെ മാസം തോറും ഈ പൈസ കിട്ടുന്നത് അവർക്ക് വിദ്യാഭ്യാസത്തിന് വളരെ നല്ലതാണ്. അവർക്ക് വിദ്യാഭ്യാസത്തിന് കൂടുതൽ പെൺകുട്ടികളെ ആകർഷിക്കാനും കഴിയും. നല്ല കാര്യമാണ്. ഇതേപോലുള്ള ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ, ആ പെൻഷൻ 2500 രൂപ എങ്ങാണ്ടാണ് ഇപ്പോൾ പ്രതിമാസം. അത് 3000 രൂപയാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുമൊക്കെ ചെയ്യേണ്ട കാര്യം തന്നെയാണ്. കുടിശ്ശിയൊന്നുമില്ലാതെ ഇത് കൊടുക്കാനും പഠിക്കണം. ശരിയായ സാമ്പത്തിക മാനേജ്മെൻ്റ് ഉണ്ടെങ്കിൽ ഇത് ചെയ്യാം. ഇപ്പം ഞാനിത് പറയാൻ കാരണം മറ്റൊന്നുമല്ല, വേറെ കുഴപ്പം പിടിച്ച ഒരു കാര്യമുണ്ട്. പെട്രോളിനും ഡീസലിനും ഇന്ന് 3 രൂപ വെച്ച് വർദ്ധിപ്പിച്ചേക്കണം. 3 രൂപ 17 പൈസയോ 27 പൈസയോ കണ്ട് വരും. അപ്പോൾ അത് നോക്കുമ്പോൾ കഴിഞ്ഞ തവണ ഇതുപോലെ വർദ്ധിപ്പിച്ചപ്പോൾ, ഈ പെട്രോളിനും ഡീസലിനും വില കൂട്ടിയപ്പോൾ ശ്രീ വി ഡി സതീശൻ നിയമസഭയിൽ പ്രസംഗിച്ചത് എല്ലാവർക്കും ഓർമ്മയുണ്ട്, എല്ലാവർക്കും അറിയാം. ആഞ്ഞടിച്ചതാണ് അദ്ദേഹം ഗവൺമെൻറ്റിനെതിരെ. ഗവൺമെൻറ് നമ്മുടെ ടാക്സ് ഇതിന് വേണ്ടെന്ന് വെക്കണം. ഈ വർദ്ധിപ്പിച്ചതിന്, നേരത്തെ ഉള്ളതിനല്ല. 34% കേരളം 1 ലിറ്ററിന് ഈടാക്കുന്ന ടാക്സ്. 34% ടാക്സാണ് കേരളത്തിന് മാത്രം.
ഇത് നമ്മൾ ഇത് GST കൊടുത്തിട്ടില്ല. കാരണം GST കൊടുത്തു കഴിഞ്ഞാൽ അത് കേന്ദ്ര ഗവൺമെൻറ് എടുത്ത് പുട്ടടിച്ചോളും. അത് കാരണം വാറ്റിൽ തന്നെ തുടരുകയാണ് ഇത് ഈ ഡീസലും പെട്രോളും അതിൻ്റെ കച്ചവടം. അപ്പോൾ 34% കൂട്ടുക എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താണെന്നറിയോ, ഏതാണ്ട് 96 പൈസ, ഏതാണ്ട് 1 രൂപയ്ക്കടുത്ത് ടാക്സ് വരും. അതായത് ഈ കൂടിയേക്കുന്നത് നമ്മുടെ ഗവൺമെൻറ്റിന് കിട്ടും. അത് വേണ്ട എന്ന് വെക്കണം എന്ന് കഴിഞ്ഞ തവണ സതീശൻ പറഞ്ഞത് അദ്ദേഹം നടപ്പിലാക്കേണ്ടതാണ്. ഇപ്പോൾ അതിന് വേറെ നമുക്ക് ബാധ്യതയൊന്നുമില്ല. ഈ വരാൻ പോകുന്ന അത് വലിയൊരു നേട്ടമായിരിക്കും UDF സർക്കാരിന്. കാരണം ആദ്യമായിട്ടുള്ള ഒരു തീരുമാനം ഇതാണ്ട് ഇപ്പം ഡീസലിനും പെട്രോളിനും ഇത്രയും കൂട്ടി, ഞങ്ങൾ ഇതിന് കേരളത്തിനുള്ള ടാക്സ് അതിൽ ഈ കൂട്ടിയ തുകയ്ക്കുള്ള ടാക്സ് വേണ്ടാന്ന് നോക്കുന്നു എന്ന് പറഞ്ഞാൽ 3 രൂപ 17 പൈസ കൂടിയ അതിൻ്റെ ടാക്സ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് 34% വരുമ്പോൾ ഏതാണ്ട് 96 പൈസ, ഏതാണ്ട് 1 രൂപയ്ക്ക് അടുത്ത് വരും. അപ്പോൾ 2 രൂപ ശിഷ്ടമേ ഇതിന് കൂടുന്നുള്ളൂ. അതൊരു വലിയ നേട്ടമാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം. അത് ചെയ്യേണ്ടതുണ്ട്. കാരണം കേരള ഗവൺമെൻറ് ഇപ്പോൾ വർദ്ധിപ്പിച്ച തുകയ്ക്കുള്ള ടാക്സ് വേണ്ടെന്ന് വെക്കണം. മുമ്പ് അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് തന്നെ ഇപ്പോഴും ആവർത്തിക്കണം, ഒന്നുകൂടെ ചെയ്യണം. ഇതുപോലുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ വലിയ വെല്ലുവിളികളാണ്. കാരണം ഖജനാവിൽ പൈസ ഇല്ല. ആ ധനസമാഹരണം നടത്തുക എന്ന് പറയുന്നത് ശരിയായ രീതിയിൽ ഉള്ള നികുതികളെല്ലാം കുടിശ്ശികയെല്ലാം പിരിച്ചെടുക്കണം. ആ രീതിയിലുള്ള കാഴ്ചപ്പാട് വേണം. ഉദ്യോഗസ്ഥരുടെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ കൈമെയ് മറന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ പറ്റുള്ളൂ. ഏതായാലും അതിനുള്ള കഴിവുള്ള ആളാണ് VD സതീശൻ. അദ്ദേഹം അത് ചെയ്യും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. നമുക്കൊക്കെ അങ്ങനെ അതായത് നല്ലൊരു ഉയർച്ചയുള്ള ഒരു കേരളം, അതിലേക്ക് നമുക്ക് ഒന്ന് കണ്ണു നട്ട് പോകാം. അഴിമതി രഹിതമായ, അഴിമതി മുക്തമായ ഭരണം അതായിരിക്കണം വരേണ്ടത്. പിന്നെ പോലീസിൻ്റെ ആയാലും അവരെ കയറൂരി വിടുന്നതല്ല വേണ്ടത്. അവരെ കറക്റ്റായിട്ട് നിയന്ത്രിച്ച് നല്ല രീതിയിൽ കൊണ്ടുപോകണം. ഏറ്റവും ഒരു സർക്കാരിനെ താഴെയിടാൻ ഏറ്റവും നല്ല മെഷീനറി എന്ന് പറയുന്നത് പോലീസാണ്. അപ്പോൾ അവരുടെ ആ പോലീസിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നല്ല രീതിയിലായിരിക്കണം. ആവശ്യമില്ലാത്ത പ്രകോപനം ഒന്നും ആ രീതിയിലൊന്നും ആവരുത്. ഇപ്പം തന്നെ ഒരു പയ്യൻ SFIയിൽ ഒരു വിവരമില്ലാത്തവനാ അങ്ങ് വിളിച്ച് പറയുന്നു, പോലീസുകാരുടെ പേരൊക്കെ പറഞ്ഞ് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്, അവൻ്റെ കുടുംബം ഇന്നിടത്താണ്, അവൻ്റെ കുടുംബം മറ്റേടത്താണ്, ഞങ്ങളതിനെ നോക്കിയിരിക്കും, ചോര ചിന്തും, ഇതൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് കൊലവിളി പ്രസംഗം എന്നുള്ള രീതിയിൽ അവരെ കൊലപ്പെടുത്തുമെന്ന് പറഞ്ഞത് ഞാൻ കേട്ടില്ല ആ പ്രസംഗത്തിൽ. യഥാർത്ഥത്തിൽ അതൊക്കെ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളൊക്കെ വിളിച്ചു പറയുന്നതാണ്. അത് KSUക്കാരും പറയും, SFIക്കാരും എല്ലാം പറയും. അവരൊക്കെ വിളിച്ചു പറയുന്നത് അതിനകത്തൊക്കെ 50 പേരുടെ പേർക്കൊക്കെയാണ് യഥാർത്ഥത്തിൽ ജാമ്യമില്ലാ വകുപ്പെടുത്ത് കൊലപ്പെടുത്തും എന്ന് പോലീസുകാരെ കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി ഇതിന് കേസെടുത്തേക്കുന്നത്. അതൊന്നും ശരിയായ നടപടിയല്ല. പ്രതിഷേധിക്കാനുള്ള അവകാശം വിദ്യാർത്ഥികൾക്കുണ്ട്. വിദ്യാർത്ഥികളെന്ന് പറയുന്ന സമൂഹത്തിൻ്റെ ഭാഗം തന്നെയാണ്, ചെറുപ്പക്കാരാണ്. അവർ ചിലപ്പോൾ കുറച്ച് അധികപ്പറ്റൊക്കെ പറഞ്ഞു തന്നിരിക്കും. അതൊക്കെ പൊറുക്കാനും ക്ഷമിക്കാനും ഉള്ള കഴിവ് നമുക്ക് വേണം. അല്ലാതെ കാണുന്നതിനെല്ലാം അങ്ങ് കേസെടുക്കുകയൊന്നും അല്ല ചെയ്യേണ്ടത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് വേണം. പണ്ട് നമ്മൾ കണ്ടല്ലോ, ഇവർക്കിതിന് മറുപടിയൊന്നും പറയാൻ ഒക്കത്തില്ല കേസെടുത്തതിന്. കാരണം നവകേരള സദസ്സിന് നമ്മൾ കണ്ടതാണ് എന്തുവാ സംഭവിച്ചേക്കുന്നതെന്ന്. കാണുന്നവനെ എല്ലാം എടുത്തിട്ട് അടിക്കുക, റോഡിൽ കണ്ട ഗുണ്ടകളെ കൊണ്ട് അടിപ്പിക്കുക. എന്നിട്ട് എൻ്റെ മുമ്പിൽ കണ്ടത് എന്നങ്ങ് ഇരുന്നോണ്ട് പറയുക, ഞാൻ കണ്ടിട്ടില്ല. അയാളെ പോലീസുകാർ പോയി അടിച്ചത് അയാൾ കണ്ടിട്ടില്ലെന്ന് കേട്ടോ. ലോകം മുഴുവൻ കണ്ടതാണ്. അപ്പം അതുകൊണ്ട് അവർക്ക് പറയാൻ അർഹതയുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. പക്ഷേ ഈ ഗവൺമെൻറ് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. അത് ചെയ്തു കഴിഞ്ഞാൽ ജനരോക്ഷം വിളിച്ചു വരുത്തുന്നതാണ്. ആവശ്യമില്ലാത്ത നടപടികൾ ആരുടെ പേർക്കും വേണ്ട. അഴിമതിയെ മൂടി എതിർക്കണം, കണ്ണടച്ചെതിർക്കണം അഴിമതിയെ. അത് നിർബന്ധമായിരിക്കണം. ആ അഴിമതി എന്ന് കാണിക്കുന്നവനെ അഴിമതി എന്നുള്ള ഒന്ന് കാണിച്ചു കൊടുക്കണം. അതാ വേണ്ടത്, ചെയ്തു കൊടുക്കണം. അപ്പോൾ അത് ആ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അവരെയൊക്കെ കുറേ കൂടെ നല്ല കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കാനായിട്ട് ഉള്ള ഒരു ഇടപാട് അവർക്ക് വേണ്ടി കൊടുക്കണം. അതാണ് വേണ്ടത്. ഒരു ഊർജം കൊടുക്കണം. ആ രീതിയിലായിരിക്കണം ഭരണം. ഏതായാലും കൂടുതൽ പറയുന്നതിന് മുമ്പ് ആദ്യത്തെ മന്ത്രിസഭ വരട്ടെ. അതിലെ ആദ്യത്തെ തീരുമാനം ആശമാരുടേതായിരിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഞാൻ നോക്കിയിരിക്കുകയാണ്.